അല്ലെ കുട്ടികൾക്ക് വേറെയും പ്രശ്നമുണ്ട്. ടീച്ചേഴ്സ് പറയും ട്യൂഷന് പോകണ്ട, ട്യൂഷൻ പഠിക്കണ്ടെന്ന് പറയും. ട്യൂഷൻ ടീച്ചേഴ്സ് പറയും സ്കൂളിൽ നോക്കണ്ട, ഞങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയും. രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾ ആകെ ടെൻസ്ഡ് ആവും, കൺഫ്യൂസ്ഡ് ആവും. ശരിയാണ്. അങ്ങനെ ഞാൻ ആകെ ഫെഡപ്പായി. എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ട് ഞാൻ ഫെഡപ്പായി. ലാസ്റ്റ് ഞാൻ പള്ളിയിലച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ് എൻ്റെ. അപ്പോൾ പ്രിൻസിപ്പളായ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, അച്ചു ഇരിങ്ങാലക്കുട ഏതാ നല്ല ട്യൂഷൻ സെൻ്റർ ഉള്ളതെന്ന് ചോദിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. ആള് പറഞ്ഞു ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. അപ്പം ഞാൻ എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു നമുക്ക് ട്യൂഷൻ സെന്ററിനെ കുറിച്ച് ചോദിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ പ്രായത്തിൽ അറിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഫീസ് കൊടുത്തിട്ടാണല്ലോ സ്കൂളിൽ വരുന്നത്, അപ്പോൾ ഇവിടുത്തെ ടീച്ചർമാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത എന്താണ് നിനക്ക് ട്യൂഷൻ സെന്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുക. 4 മണി വരെ സ്കൂളുണ്ട്, അത്രയൊക്കെ പഠിച്ചാൽ മതി, ട്യൂഷന് പോകണ്ട. പുള്ളി അന്ന് സർക്കുലർ ഇറക്കി സ്കൂളിൽ ആരും ട്യൂഷന് പോകണ്ട എന്നുള്ളത്. ആ ഒരു ചോദ്യം കൊണ്ട് അവിടെ സർക്കുലർ തന്നെ ഇറക്കിയല്ലോ അതിനെക്കുറിച്ച്. അതന്നെ ഇറക്കി. ഇത് തന്നെയാണ്, അതായത് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതുപോലെ ഈ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ ജക്സ്റ്റപോസ് ചെയ്യാണ്, ഇവിടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ്സിൻ്റെ കാര്യം, കസ്റ്റമർ ശരിക്കും കമ്പൽഡ് ആവുമല്ലേ, കയ്യിൽ റിവാർഡ് പോയിന്റ്സ് ഇത്രയും കയ്യിലിരിക്കുകയാണ്. ഞാൻ അവരുടെ ഷോപ്പിൽ തന്നെ ചെല്ലണം. ഈ റീറ്റെയിൽ ചെയിൻസിൻ്റെ ബിഗ് റീറ്റെയിൽ ചെയിൻസിൻ്റെ ഷോപ്പിൽ തന്നെ ചെല്ലണം, ഇന്ന ടൈമിനുള്ളിൽ ചെല്ലണം. എനിക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങിപ്പോകും. ശരിയാണ്, ആവശ്യമില്ലെങ്കിലും നമ്മൾ വാങ്ങിപ്പോകും സാധനങ്ങൾ. റിവാർഡ് ആൻഡ് ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. സർ, ഇപ്പോൾ വെയിൽസ് പോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഒരു സാധാരണക്കാരന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് സാധാരണക്കാരനിൽ നിന്ന് കിട്ടുക? ഒരു സാധാരണക്കാരന് വെയിൽസ് പോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള കടകളിലത്തെ ഓഫേഴ്സ് എല്ലാം കാണാം. പിന്നെ ഈ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കടക്കാരൻ ഇപ്പോൾ റിവാർഡ് പോയിന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് വാങ്ങി വയ്ക്കാം. ഒരു സാധാരണക്കാരൻ ഒരു മാസത്തിൽ എത്ര തവണ കടകളിൽ കയറുന്നു? എത്ര തവണ കടകളിൽ കയറുന്നു? ഈ അവൻ ഏത് കടയിൽ കയറണം എന്നുള്ള ചോയ്സിന് അവന് റിവാർഡ് കിട്ടുവാണെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ ഒരു മാസത്തെ യൂട്ടിലിറ്റി ബിൽസ് എന്തെങ്കിലും പേ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റാണ്. ഒരു മിഡിൽ ക്ലാസ് പോട്ടെ, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അതൊരു വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും. സർ, വെയിൽസ് പോഡ് എന്നാണ്, ഏതൊരു ടൈമിലാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ലാസ്റ്റ് ഡിസംബർ. ഓക്കെ. അപ്പം ഇപ്പം ഈ ഒരു ജസ്റ്റ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എത്രത്തോളം ഡൗൺലോഡ്സ് അതിലുണ്ടായിട്ടുണ്ട്? more than 5,000 downloads. more than 5,000 ഡൗൺലോഡ്സ് ഉണ്ടായിരുന്നല്ലോ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബിക്കോസ് ആ ഒരു ചെറിയ ടൈം സ്പാൻ്റെ ഉള്ളിൽ ഇത്രയും വരുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വെയിൽസ് പോഡ് കൊടുക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും കസ്റ്റമേഴ്സിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് വെയിൽസ് പോഡ് എന്ന കസ്റ്റമർ ആപ്ലിക്കേഷനും വെയിൽസ് പോഡ് ഷോപ്പ് എന്ന വെൻഡറുടെ ആപ്ലിക്കേഷനും, ഷോപ്പ് ഓണേഴ്സിൻ്റെ ആപ്ലിക്കേഷനും. ഒരു ഷോപ്പ് ഓണർക്ക് അവരുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെയിൽസ് പോഡ് ഷോപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ഷോപ്പ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആൾക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ റിവാർഡ് പോയിന്റ്സ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത് അവന് കൊടുക്കാം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. പിന്നെ ഈ വെയിൽസ് പോഡിലും വെയിൽസ് പോഡ് ഷോപ്പിലും നമ്മൾ യാതൊരു തരത്തിലുള്ള സെൻസിറ്റീവ് ഡാറ്റാസും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ ഒരു കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഷോപ്പ് ഓണർക്ക് അവൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിലൊന്നും ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് ഷോപ്പിനായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമർക്കായാലും ഇതിലേക്ക് നമുക്ക് വെയിൽസ് പോഡിലേക്ക് കയറാൻ പറ്റും. അവർക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന് പിന്നെ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പോലെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി
അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി 7,500 റുപ്പീസ് വെച്ച് വാങ്ങിക്കുന്നുണ്ട്. എറണാകുളത്തെ ഒരുവിധം എല്ലാ കടകളിൽ ചെന്നാലും അവരുടെ ബോർഡ് കാണാം. ഓക്കെ, അവർ തരുന്ന സ്റ്റാറും ഇട്ടിട്ട് വാങ്ങി വെച്ച് 2 മാസം കൂടുമ്പോൾ 7,500 രൂപ ചിലവാക്കി ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഓണേഴ്സിനെല്ലാം ലീഡ് വരും. അപ്പോൾ ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാം ഒരു കസ്റ്റമറെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കസ്റ്റമർക്ക് ന്യൂസൻസ് ആണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടായിരിക്കും എനിക്ക് വിളി വരുന്നത്. ന്യൂസൻസ് ആണ്. അപ്പം അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അതൊരു അവേർഷൻ ആയിക്കൊണ്ടുകൊണ്ട് അത് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എറണാകുളത്തുള്ള എല്ലാ ഒരു കടക്കാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റും കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് യൂസ്ലെസ് ആണ്. അപ്പോൾ വെയിൽസ് ബോർഡിൽ ഇതുപോലത്തെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ഗ്രൂപ്പിനെയും ബന്ധിപ്പിച്ചിട്ട് അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അല്ലേ? വെയിൽസ് ബോർഡിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതെ. പിന്നെ യാതൊരുവിധ സെൻസിറ്റീവ് ഡാറ്റാസ് ലൈക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓക്കെ സർ, നമ്മുടെ വെയിൽസ് ബോർഡിൽ ഏതൊക്കെ റീജിയൻ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ഷോപ്പ് ഓണേഴ്സും കസ്റ്റമേഴ്സിനും ജോയിൻ ചെയ്യാനും ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും? ഇതൊരു കൺസ്യൂമർ ടെക് ആപ്പാണ്. അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ ഷോപ്സും ഉണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റർ ചെയ്യാം. റീറ്റെയിൽ ഷോപ്സ് എവിടെയൊക്കെയുണ്ടോ, കസ്റ്റമേഴ്സ് എവിടെയൊക്കെയുണ്ടോ അവർക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വെയിൽസ് ബോർഡ്. സാർ, ഒരുപാട് രാജ്യങ്ങൾ 82 രാജ്യങ്ങളോളം സാർ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ചൂസ് ചെയ്തത്? കേരളം ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്തിനേയും ആദ്യം ക്രിട്ടിസൈസ് ചെയ്യും മലയാളി. തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്ത് അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അവരത് അംഗീകരിക്കുള്ളൂ. That's why കേരളം. It's a nice answer. നമ്മുടെ നാട്ടിൽ എല്ലാവരും എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ അല്ലേ? 10 പൈസ എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉപദേശം തേടി, സാർ ഏത് ട്യൂഷൻ ക്ലാസ്സാണ് ഇരിങ്ങാലക്കുട നല്ലതുള്ളതെന്ന് അത് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ആളൊരു എനിക്ക് കട്ട് ആൻഡ് റൈറ്റ് ആൻസറാണ് തന്നത്. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രക്കായി നിൽക്കുമ്പോൾ ഞാൻ നേരെ ചെല്ലുന്നത് പള്ളിയിലച്ചന്മാരുടെ അടുത്തേക്കാണ്. അവർ കറക്റ്റ് ക്ലിയർ കട്ട് സൊല്യൂഷൻ പറഞ്ഞു തരും. മോർ ദാൻ പ്രിഫറിങ് ജ്യോതിഷ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കബഡി നിരത്തി കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കേണ്ടി വരും. അച്ഛന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരില്ല. ഈ ഫ്രീ ആയിട്ട് ഉപദേശം കിട്ടും, സൊല്യൂഷനും കിട്ടും. ഈ സെയിം ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ. നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇന്നോട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽസ്, മൊബൈൽ റീചാർജസ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വൺസ് അവരത് ചെയ്തു കഴിഞ്ഞാൽ വെയിൽസ് ബോർഡ് എവിടെ ചെന്ന് നിൽക്കും? തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തി നിൽക്കും. പാൻ ഇന്ത്യ എത്തി നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആപ്പിനെ ആശ്രയിക്കും. ആ ഒരു ആപ്പാണ് വെയിൽസ് ബോർഡ്. സോ വെയിൽസ് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ഒരുപാട് നമുക്ക് അതിന് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് വെയിൽസ് ബോർഡ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽ പേയ്മെന്റ്സ് പേ ചെയ്തിട്ട് ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. നിങ്ങൾ ഷോപ്പ് ചെയ്തതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യൂ, അവർ മന്ത്ലി 2 കോടി രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ടാക്സ് എവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് വിത്തൗട്ട് ബില്ല് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബിൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം. ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ്
റിവാർഡ്സ് കിട്ടുന്നത്. നമ്മൾ നമ്മൾ രാജ്യത്തിൻ്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിൽ പേയ്മെൻറ്റ്സ് കൂടെ. പിന്നെ ലോക്കൽ എക്കണോമി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഷോപ്പ് ഓണേഴ്സിൻ്റെ ബിസിനസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് വെയിൽസ് ബോർഡിനെ കൊണ്ട് നമുക്ക് സൊസൈറ്റിക്ക് ലഭിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി വെയിൽസ് ബോർഡിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ആസ് എ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ബിൽസിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഒരു സെർട്ടൺ ഏരിയയിൽ എന്തൊക്കെയാണ് ചിലവാകുന്നത് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെറുതെ ഒരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഷെൽഫിൽ ആവശ്യമില്ലാത്ത പോവാത്ത നോൺ മൂവിങ് അല്ല സ്ലോ മൂവിങ് ഐറ്റംസ് ഇൻവെൻട്രി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. അതെ അതെ. അപ്പോൾ ഇത് ഭാവിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനാലിസിസ് വിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫീസിബിൾ ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒരു പ്ലാനിലുള്ളതാണ്. നെക്സ്റ്റ് ഒരു വെഞ്ചർ ആയിട്ട് നമുക്ക് വെയിൽസ് ബോർഡിന് വരാൻ പോകുന്നത് അതായിരിക്കും. അതായത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. റെസ്റ്റോറൻറ്റ്സ് പോലുള്ള ഷോപ്സ് എല്ലാം ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതെ. അപ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോയ്ക്ക് 15,000 തൊട്ട് 1 lakh വരെ വാങ്ങിക്കുന്നവരുണ്ട്. അതെ. ഓക്കെ, അത് ഒരു എഫക്റ്റീവ് അഡ്വർടൈസിങ് വേ ആണ്. കാരണം അത്രയും റഷ് അവർക്ക് അതിനുശേഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പക്ഷെ സെയിം ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഒരു റീറ്റെയിൽ ഷോപ്പിന് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ബുദ്ധിമുട്ടാണ്. സാർ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ പോലും നമുക്ക് ഒരു വ്യൂവറിന് അറിയാൻ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്ന സംഭവമായിരിക്കുള്ളൂ റവന്യൂ. അപ്പോൾ വെയിൽസ് ബോർഡിൻ്റെ റവന്യൂ എങ്ങനെയാണ് വരുന്നത്? വെയിൽസ് ബോർഡിൻ്റെ റവന്യൂ വളരെ നാരോ ആണ്, ടു ബി വെരി ഫ്രാങ്ക്. നമ്മുടെ റവന്യൂ ജസ്റ്റ് ഭാരത് ബിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ നിന്ന് കിട്ടുന്ന നിങ്ങൾ ചെയ്യുന്ന റീചാർജസിനും ബിൽ പേയ്മെൻറ്റ്സിൻ്റെയും കമ്മീഷൻ മാത്രമാണ് റവന്യൂ. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഷോപ്പ് ഓണേഴ്സ് ആയാലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയാലും ഡീൽ ചെയ്യുന്ന വെയിൽസ് ബോർഡിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലേ? ഓക്കെ സാർ, ആക്ച്വലി സ്റ്റാർട്ടപ്സ് ഒക്കെ പെട്ടെന്നാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ വെയിൽസ് ബോർഡ് തന്നെ ഒരു 2 monthsനുള്ളിൽ 5,000 എബോവ് ഡൗൺലോഡ്സ് ആണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 1 yearനുള്ളിൽ എത്രത്തോളം കൈവരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ഡൗൺലോഡ്സ് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ആസ് എ ഫൗണ്ടർ താങ്കൾക്ക് പറയാനുള്ളത്? നമ്പർ ഓഫ് ഡൗൺലോഡ്സ് അല്ല, യൂസ് കേസസ്. ഓക്കെ, ഇപ്പോൾ എല്ലാ പേയ്മെൻറ്റ് ആപ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഫോൺ എടുക്കുക, പേ ചെയ്യുക. ഓൺലി ക്യാഷ് ഔട്ട്ഫ്ലോ ഇസ്. ഇനി ആൾക്കാർ ക്യാഷ് ഇൻഫ്ലോ വന്നു തുടങ്ങും. അതായത് നമുക്ക് ചോയ്സിന് റിവാർഡ് കിട്ടി തുടങ്ങും. അതിന് എല്ലാവരും പാൻ ഇന്ത്യ എല്ലാവരും വെയിൽസ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്താണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. വൺ ഓഫ് എ കൈൻഡ് ആൻഡ് ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ഇൻ ദ മാർക്കറ്റ്. നമുക്കതിൻ്റെ ഇൻ നമ്പേഴ്സ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗ്രോത്ത് ശരിയാണ്, പറയാൻ പറ്റില്ല. കാരണം വി ആർ ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ഇൻ ദ മാർക്കറ്റ്. സോ നമുക്കതിൻ്റെ ഇൻ നമ്പേഴ്സ് പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് ഡൗൺലോഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആസ് എ കൺസെപ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഗൂഗിൾ പേ എടുത്ത് എല്ലാവരും പേ ചെയ്യുന്നു, അതുപോലെ റിവാർഡ്സ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നു, വെയിൽസ് ബോർഡ് യൂസ് ചെയ്യുന്നു. ആ ഒരു ഇൻസൈറ്റാണ് നമുക്കുള്ളത്. കേരളത്തിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ട്രെൻഡാണ് പഠനം കഴിയുക, ഗൾഫിൽ പോവുക, 10-20 കൊല്ലം വർക്ക് ചെയ്യുക, ആ പൈസ കൊണ്ട് ഹൈവേയുടെ സൈഡിൽ സ്ഥലം വാങ്ങിക്കുക, കടമുറി പണിയുക. ഇന്ന് ആ ഒരു കടമുറി എടുത്ത് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ വാടക അടയ്ക്കാൻ പോലും ചിലർ കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടാറുണ്ട്. ഒന്ന് ബ്രേക്ക് ഈവൻ ആകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ബിസിനസ് ചെയ്താലും മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്? ശരിയാണ്, പ്രയാസമാണത്. അതിലൊക്കെ നമുക്ക് വെയിൽസ് ബോർഡ് എന്താണ് ആ ഒരു അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു ഘട്ടത്തിൽ ശരിക്കും വെയിൽസ് ബോർഡിനെ പോലുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും.